സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം 62 ലക്ഷത്തോളമാണ്. ഇവരിൽ 35 ലക്ഷത്തോളം പേർക്ക് നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രമേ നൽകാവൂ എന്ന തിട്ടൂരം നിലനിൽക്കുമ്പോഴായിരുന്നു കേന്ദ്രവിഹിതം ലഭിക്കുന്നതടക്കം പെൻഷനുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന തീരുമാനം LDF സർക്കാർ നടപ്പിലാക്കിയത്. സർക്കാർ പണം അനുവദിക്കുന്ന മുറയ്ക്ക് സഹകരണ ബാങ്ക് പ്രതിനിധികൾ ഗുണഭോക്താവിന്റെ വീടുകളിലെത്തി പെൻഷൻ നൽകുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ കാര്യത്തിലും സംസ്ഥാനത്തെ തിരിച്ചു നടത്തിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാർ ക്ഷേമ പെൻഷൻ നേരിട്ട് നൽകുന്ന രീതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിതരണ ചുമതലയിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി. പക്ഷേ ഒരു കാരുണ്യം കാട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും കിടപ്പ് രോഗികളായവർക്ക് നേരിട്ടെത്തിക്കുമെന്ന് ദാക്ഷിണ്യം. എന്നാൽ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയപ്പോൾ പകരം ആരാണ് ഈ ചുമതല വഹിക്കുക എന്നതിൽ വ്യക്തതയില്ല. 2016 തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാരാണ് അവശരും വയോധികരുമായവർക്ക് പെൻഷൻ നേരിട്ടെത്തിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിനു മുൻപ് തപാൽ ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളിലും മുഖേനയായിരുന്നു എത്തിച്ചിരുന്നത്. ഏത് മാർഗത്തിലൂടെ പെൻഷൻ ലഭിക്കണമെന്ന് ഗുണഭോക്താവിന് തീരുമാനിക്കാമെന്ന് നിർദ്ദേശിച്ചു. 35 ലക്ഷത്തോളം പേർ വീട്ടിലെത്തിക്കണമെന്നും 27 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകളിൽ മതിയെന്നും അറിയിച്ചതിനെ തുടർന്ന് പ്രസ്തുത രീതിയാണ് അവലംബിച്ചു വരുന്നത്. ഇതിനായി സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ഇൻസെന്റീവും സംസ്ഥാന സർക്കാർ വഹിച്ചു. അതാത് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള തുക അനുവദിക്കുമ്പോൾ 2 മാർഗത്തിലൂടെയുമാണ് നൽകാറുണ്ടായിരുന്നത്. നേരിട്ടെത്തിക്കേണ്ടവർക്കുള്ള തുക സഹകരണ വകുപ്പിന് നൽകി അവ ഗുണഭോക്താക്കൾക്ക് എത്തിക്കും. എല്ലാ ആനുകൂല്യങ്ങളും ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും മറ്റുമാക്കി ഗുണഭോക്താക്കളുടെ എണ്ണം കുറയ്ക്കാനുള്ള കേന്ദ്ര തീരുമാനം നിലനിൽക്കുമ്പോഴായിരുന്നു LDF സർക്കാർ അത് അംഗീകരിക്കാതെ ഈ തീരുമാനം ഫലപ്രദമായി നടപ്പിലാക്കിയത്. എന്നാൽ BJP സർക്കാരിന്റെ അതേ പാത പിന്തുടരുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര വിഹിതമുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം മൊത്തം എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിമിതമാണെങ്കിലും അതുപോലും യഥാസമയം കിട്ടാത്ത സ്ഥിതി ഉണ്ടായപ്പോഴും LDF സർക്കാർ മുഴുവൻ തുകയും വിതരണം ചെയ്തിരുന്നു. ക്ഷേമ പെൻഷന് വേണ്ടി പ്രത്യേക കമ്പനി ഉണ്ടാക്കി ധനസമാഹരണം നടത്തിയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വിതരണം മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പെൻഷൻ വിതരണത്തിന് സംസ്ഥാന സർക്കാർ തുക അനുവദിക്കുന്ന വേളയിൽ ദേശീയ പെൻഷൻ പദ്ധതിയിലെ 8.46 ലക്ഷം പേർക്കുള്ള നാമമാത്ര കേന്ദ്രവിഹിതം ലഭ്യമായിരുന്നില്ല. എങ്കിലും ഈ തുക, അതായത് 24.21 കോടി രൂപ മുൻകൂർ അനുവദിച്ചാണ് വർദ്ധിപ്പിച്ച 2000 രൂപ വീതം എല്ലാവർക്കും നൽകിയത്. ഈ രീതിയിലുള്ള മുൻകാല മാതൃകകൾ നിലവിലുള്ളപ്പോഴാണ് കേന്ദ്രവിഹിതം കിട്ടിയേക്കില്ലെന്ന് ദുർബല കാരണം നിർത്തി പെൻഷൻ നേരിട്ടെത്തിക്കുന്ന രീതി അവസാനിപ്പിച്ചിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കാര്യത്തിൽ എല്ലാ UDF സർക്കാരുകളും കാട്ടിയ നിഷേധാത്മക സമീപനവും നിരുത്തരവാദിത്വവും തന്നെയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റേതുമെന്നാണ് ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 600 രൂപയായിരുന്നു പെൻഷൻ തുക. ഇതാകട്ടെ 18 മാസത്തോളം കുടിശ്ശികയുമായിരുന്നു. പിന്നീടെത്തി LDF സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും 10 വർഷത്തിനിടെ പെൻഷൻ 2000 രൂപയായി ഉയർത്തുകയും ചെയ്തു. മുൻകാല കണക്കുകൾ പരിശോധിച്ചാലും LDF ഭരണകാലത്താണ് പെൻഷൻ തുകയിൽ ഗണ്യമായ വർധനവുണ്ടായതെന്ന് കാണാം. പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹരായവരിൽ മഹാഭൂരിപക്ഷവും വയോധികരായിരിക്കുമെന്നതിനാൽ ഇപ്പോഴത്തെ UDF സർക്കാർ തീരുമാനത്തിന്റെ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ആ വിഭാഗമായിരിക്കും. കേരളത്തിന്റെ പ്രത്യേകത ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കുകളുടെ ശാഖകൾ വ്യാപകമായിട്ടുണ്ട് എന്നതാണ്. ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ടെത്തിക്കുന്നതിന് അവർക്ക് പ്രയാസവും ഉണ്ടാകില്ല. അതേസമയം വാണിജ്യ ബാങ്കുകളുടെ ശാഖകൾ പ്രധാനമായും നഗര അർദ്ധനഗര കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചെന്ന് പെൻഷൻ വാങ്ങുക എന്നത് ലക്ഷക്കണക്കിന് പേർക്ക് വൻ വെല്ലുവിളിയായിരിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനമെടുക്കുകയും അതിന്റെ പേരിൽ മേനി നടിക്കുകയും ചെയ്ത UDF സർക്കാരിന്റെ വയോജനങ്ങളോടുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ തെളിയുന്നത്. എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ പാത പിന്തുടരുന്ന UDF സർക്കാരിന്റെ തനിനിറം ഒരിക്കൽ കൂടി മറനീക്കുകയും ചെയ്തു.